ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കിടിലൻ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന തരി പോലുള്ള പിമ്പിൾസ് ഉണ്ടല്ലോ, നല്ല ചൂടുകുരു പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പിമ്പിൾസിന് നമുക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒന്നും തന്നെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ആ ഒരു തരിപ്പായിട്ട് അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിൽ നിൽക്കും. പോവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് പോവാനായിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇതാ കണ്ടില്ലേ, ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചെറിയ ജീരകമാണ്, പെരിഞ്ജീരകമല്ല. പെരിഞ്ജീരകത്തിൻ്റെ ബ്യൂട്ടി ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ ജീരകമാണ്. ഈ ഒരു ചെറിയ ജീരകം കൊണ്ട് നമുക്ക് അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അടിപൊളിയാണ് കേട്ടോ, പെട്ടെന്ന് മാറും. 7 ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ സ്കിന്നിൽ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സ്കിന്നിൻ്റെ അളവ് എത്രയാണോ, നമ്മുടെ ഫേസിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് ജീരകം എടുത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ വേണമെങ്കിൽ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അപ്പം ഉണ്ടാക്കി വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്തൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് ചെയ്യണം. പിന്നെ വീക്ക്ലി ട്വൈസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ചെറിയ ജീരകം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് വറുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെടുത്ത് വെച്ച ചെറിയ ജീരകം നന്നായി ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനും അതേപോലെ തന്നെ നെക്കിനും ആവശ്യമായ അളവ് മാത്രം നമ്മൾ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിത് 1 സ്പൂൺ മതിയാവും. 1 സ്പൂൺ ഈ ഒരു ജീരകം പൊടിച്ചതിലോട്ട് 1 സ്പൂൺ വെള്ളം മാത്രം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഒരു 3 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ്സ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളയുക കേട്ടോ. എത്ര തരിതരിപ്പ് ഫേസിലുണ്ടെങ്കിലും, തരിതരി പോലുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിലും അതെല്ലാം പോവാനായിട്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. എന്ത് ട്രൈ ചെയ്യുമ്പോഴും അതിന് മുൻപ് നമ്മൾ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കയ്യിലൊന്ന് മസാജ് ചെയ്ത് നോക്കുക. വേറെ അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 1 വീക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഫേസിലുള്ള തരിതരിപ്പ് പോലുള്ള പിമ്പിൾസ് എല്ലാം നന്നായിട്ട് മാറി. പിന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ വീക്ക്ലി ട്വൈസ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.